بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه إن شاء الله تعالى സലഫിയത്തിനെ മറ്റു കക്ഷികളിൽ നിന്ന് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ സലഫിയത്ത് അവകാശപ്പെടുന്ന ചില സംഘടനകൾ അവരിൽ നിന്നെല്ലാം സലഫിയത്തിനെ വിദഗ്ധമാക്കി നിർത്തുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. 19 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ബുദ്ധിയുള്ള ഒരുവന് ഒരു കാര്യം തന്നെ ധാരാളമാണ്, ഒന്ന് തന്നെ ധാരാളമാണ്. നമ്മളിതാ 19 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ അതിൽ നമ്മളൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ 19 കാര്യത്തിലൊരു കാര്യം ഇൽമുമായി ബന്ധപ്പെട്ട് അവർ സാധാരണക്കാരെ ഇൽമു പഠിപ്പിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ സഹോദരൻ ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ നാട്ടിലെ വിശ്വത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരോ അവരുടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മളിപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്, സാധാരണക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും അതിൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് അവർക്ക് എന്നാ അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധി കൊടുത്ത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഇപ്പോൾ മഗ്‌രിബ് നമസ്കരിക്കാൻ പോയത് ഈ നാട്ടിലെ അമ്പലവയലിലെ ക്രിസ്ത്യൻകാരുടെ പള്ളികളിലാണ്. അവിടെ ഇമാമ നിർക്കാൻ ഇവർക്ക് ഒരു മലയാളിയെ കിട്ടുമായിരുന്നു, ഇവരുടെ ഒരു വിദ്യാർത്ഥിയെ കിട്ടുമായിരുന്നു. അവിടെ ആരാ ഇമാമ നിർത്തിക്കുന്നത്? വേറൊരു അന്യ സംസ്ഥാനത്തുള്ള സഹോദരനെ, ഒരു മനുഷ്യനെയാണ്. ഇവരുടെ പള്ളികൾ മുഴുവൻ നോക്കിക്കേ, അധിക പള്ളികളിൽ ഇവർക്ക് ഇമാമ നിൽക്കാൻ പോലും ആളെ കിട്ടുന്നില്ല. ഇവർ സാധാരണക്കാരെ അല്ലെങ്കിൽ ഇൽമിന് പ്രചാരവും ഇൽമിന് പ്രാധാന്യവും കൽപ്പിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ ഇവരുടെ പള്ളികളിൽ ഇമാമ നിൽക്കാൻ അന്യ സംസ്ഥാനത്ത് ആളിനെ ഇറക്കേണ്ടി വരുമായിരുന്നു. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കാം. പിന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കുക, ഇനിയിപ്പോ ഇവർ സാധാരണക്കാർക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി അവസരം ഒരുക്കിയാൽ തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള സാധാരണക്കാർ ഇൽമു പഠിക്കാൻ പോകുമോ? കാരണം ഇൽമിന്റെ പ്രാധാന്യത ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? സാധാരണക്കാരെ പോയിട്ട് ഇവരുടെ ദായിമാർ ഇവരുടെ മക്കളെ തന്നെ ആലിമീങ്ങളാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? ഖുറാഫികൾക്കുള്ള ആത്മാർത്ഥതയെങ്കിലും ഈ വിഷയത്തിൽ ഇവർക്കുണ്ടോ? പേരോടിന്റെ മകൻ ഖുറാഫി നേതാവാണ്, ആലിമാൻ, ഖുറാഫി ആലിമാൻ. കാന്തപുരത്തിന്റെ മകൻ ഖുറാഫി ആലിമാൻ. എന്നാൽ നമ്മൾ പറഞ്ഞ ഈ സംഘടനയുടെ നേതാക്കന്മാരുടെ മക്കളുടെ കാര്യം ആലോചിച്ച് നോക്കിയോ. അവിടെയൊക്കെ മക്കളെവിടെ? ഡോക്ടർ, എഞ്ചിനീയർ, ബിസിനസ്. അപ്പൊ ഇവർ സ്വന്തം മക്കളെ പോലെ ഇൽമു പഠിപ്പിക്കുന്നില്ല. അതിൽ അപവാദം എന്ന് പറയാൻ പറ്റുന്നത് ഇവരുടെ പ്രസിഡന്റിന്റെ മകനാണ്. അത് തന്നെ പറഞ്ഞ് ബാക്കി മക്കളൊക്കെ ഡോക്ടർ, എഞ്ചിനീയർമാരാണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഇവർ സാധാരണക്കാരെ ഇൽമു പഠിപ്പിക്കുക? സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾ ഇവർ കുഞ്ഞുപോലെ ഇവരുടെ കയ്യിൽ കിട്ടിയ ഇവരുടെ കുട്ടികളെ ഇവർ ആലിമ്യങ്ങളാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നില്ല. ഒരുപക്ഷെ ഇനി പ്രയത്നിച്ചിട്ട് അത് നടക്കാത്തതാണെന്ന് നമുക്കറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയാവൂ. പക്ഷെ നമ്മൾ വാക്കിൽ ഒന്നും ഇവരിൽ നിന്ന് കാണുന്നില്ല. നമ്മൾ ഇൽമു പഠിക്കാൻ ആ വിഷയത്തിൽ ഇവർ വഞ്ചിച്ചിട്ട് കാര്യമില്ല. അത് പകൽ വെളിച്ചം പോലെ ഇവരിൽ നിന്ന് വ്യക്തമാണ്. ഇൽമിന്റെ വിഷയത്തിൽ തസാഹുൽ, ഇവരുടെ അശ്രദ്ധ. എല്ലാ രണ്ട് കണ്ണുള്ളവനും എല്ലാ രണ്ട് കണ്ണിലുള്ള മനുഷ്യന്മാർക്കും കൃത്യമായി പകൽ വെളിച്ചം പോലെ വ്യക്തമായി മനസ്സിലാവും. അതാ ഞാൻ നേരത്തെ അനുസരിച്ച് 100 വർഷമായി അവരുടെ സംഭാവന എന്താണ് ഇൽമിന്റെ വിഷയത്തിൽ? ചില ആളുകളുടെ വിചാരം തൗഹീദിലേക്കുള്ള പ്രബോധനമാണ് സലഫിയത്ത്. അല്ല, തൗഹീദിലേക്കുള്ള പ്രബോധനം ഇസ്ലാമിലേക്കുള്ള പ്രബോധനമാണ്. തൗഹീദ് സലഫിയെയും ബിദ്അത്തിയെയും തരംതിരിക്കുന്ന സംഗതിയല്ല. തൗഹീദ് തരംതിരിക്കുന്നത് ആരെയാണ്? മുസ്ലിമിനെയും കാഫിറിനെയും തരംതിരിക്കുന്ന, മുസ്ലിമിനെയും മുശ്രിക്കിനെയും തരംതിരിക്കുന്നതാണ് തൗഹീദ്. സുന്നിയെയും ബിദ്അത്തിയെയും തരംതിരിക്കുന്നതല്ല. സലഫിയത്തിന്റെ അടയാളം ഒരാൾക്ക് തൗഹീദ് ഉണ്ടാവുക എന്നുള്ളതല്ല, അത് മുസ്ലിമിന്റെ അടയാളമാണ്. അതിന്റെ കൂടെ സുന്നത്തും കൂടി പൂർണ്ണമായി ചേരുമ്പോഴാണ് ആരാവുന്നത്? അവൻ സുന്നി സലഫി ആവുന്നത്. ചില ആളുകൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, തൗഹീദിന്റെ ആളാണ്, തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ആളല്ലേ, തൗഹീദിന്റെ ആൾക്കാരല്ലേ, അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കാമോ, മോശം പറയാമോ? അതെന്താണ്? അത് അജ്ഞതയാണല്ല. തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന് വേണ്ട, ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ വേണ്ട
ഷർത്തല്ലേ തൗഹീദ്? ഒരാൾ സലഫി ആവണമെങ്കിൽ വേണ്ട ഷർത്താണോ തൗഹീദ്? തൗഹീദ് വേണം. മുസ്ലിം ആയിട്ടാണല്ലോ പിന്നെ സലഫി ആവും. കാരണം 72 കക്ഷികളുണ്ടല്ലോ, 73 കക്ഷികൾ, മറ്റു 72 കക്ഷികളുണ്ടല്ലോ. അവരൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം മുസ്ലിമീങ്ങളാണല്ലോ. അപ്പൊ അവർക്കിടയിലാണല്ലോ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നിൽക്കുന്നത്. അപ്പൊ തൗഹീദാണ് വ്യതിരിക്തമാക്കുന്നതെങ്കിൽ അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. അപ്പൊ തൗഹീദും സുന്നത്തും കൂടെ ചേരുമ്പോഴാണ് എന്താ സലഫി ആവുന്നത്. തൗഹീദ് മാത്രം. ഇപ്പൊ ഞാൻ സാന്ദർഭികമായി ചോദിപ്പിച്ചാണ് പ്രത്യേകം പറഞ്ഞപ്പോൾ. അപ്പൊ അതങ്ങനെ ഒരു ഇൽമ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ ഇവർക്ക് ഇവരുടെ പ്രസിഡന്റ് ആവാനെങ്കിലും ഇവർക്ക് എന്ത് ഇൽമുള്ള ആൾക്കാരെ കിട്ടിയാണ്. സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ആവാനെങ്കിലും ഇൽമുള്ള ആളുകളെ കിട്ടിയാണ്. അങ്ങനെ ഒരു ഇല്ല. ഇവിടെ തന്നെ ചിലപ്പോൾ പ്രസിഡന്റ് ഒക്കെ എനിക്ക് അറിയില്ല, ഒരു വ്യക്തിയെ ഞാൻ അങ്ങനെ അറിയാതെ പറയുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ ഇൽമുമായി ബന്ധമുള്ള ആളുകളെല്ലാം ഒരു സാധാരണ സെക്രട്ടറിമാരൊക്കെ ആക്കൽ. അത് ഈ സംഘടന പ്രവർത്തിച്ചവർക്ക് അറിയാം. പ്രസിഡന്റ് ആയിരിക്കും ഒരു നാട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കും ഇവിടെ സംഘടനയായിട്ട്. അത് ഒരു ഇൽമുള്ള ആളായിരിക്കില്ല എന്നൊരു ഷർത്തൊന്നും അവർക്കില്ല. പല സ്ഥലത്തും അങ്ങനെ ആവണം എന്നില്ല. ചിലപ്പോൾ ജില്ലാതല നേതാക്കന്മാർ തന്നെ ചിലപ്പോൾ ഇൽമുള്ള ആൾക്കാരായിരിക്കണമെന്നില്ല. പക്ഷെ അവരായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവർക്ക് വോട്ടവകാശമുണ്ട് പല കാര്യത്തിലും, അല്ലേ? പല തെരഞ്ഞെടുപ്പുകളിലും മറ്റു വോട്ടവകാശം അവർക്കും ഉണ്ട്. അവർ പക്ഷെ എന്തല്ല ഇൽമുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കും. ചിലപ്പോൾ ബിസിനസ് മാൻ ആയിരിക്കും, ആ നാട്ടിലെ ചിലപ്പോൾ നല്ല ഉയർന്ന സ്ഥാനമുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ പിടിച്ച് പ്രസിഡന്റ് ആക്കി സെക്രട്ടറി ആക്കി പിന്നെ അയാളായിരിക്കും എല്ലാം തീരുമാനിക്കുന്നത്. ഇമാമിന്റെ അടുത്ത് പറയുന്നത് ഇരിയടാ നിക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യണം. ഇമാം ഉസ്താദൊക്കെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്നല്ലോ. പക്ഷെ അവർ പൊതുവായി നമ്മളത് കാണുന്നതാണ്. ചിലപ്പോൾ ഇൽമിന് അങ്ങനെ അവർ ഇൽമ സാധാരണക്കാരെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊള്ളതറാതെ വിശ്വസിക്കാനോ വിഴുങ്ങാനോ കഴിയൂല. അവര് സത്യത്തിനെ മറച്ചു പിടിക്കലാവും. ശരിയല്ല. 20ാമത്തെ കാര്യം നമ്മൾ 19 കാര്യം പറഞ്ഞു. 20ാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൽമിന്റെ എല്ലാ വശങ്ങളെയും മുറുകെ പിടിക്കുന്നവരാണ് സലഫികൾ. ഒരു വശം എടുത്ത് മറ്റൊരു വശത്തെ ഉപേക്ഷിക്കുന്നവരാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ, അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഒരു സലഫി മൻഹജ് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളെയും അത് ഉൾക്കൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് കാണുന്ന പല ദഅവത്തും അങ്ങനെയാണ്. പല ആളുകൾക്കും പല വിഷയത്തിലും ഓരോ സംഘടന എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തബ്ലീഗ് ജമാഅത്ത് എടുത്തു കഴിഞ്ഞാൽ തൗഹീദുൽ ഉലൂഹിയ്യത്തിലേക്കുള്ള അവരുടെ ദഅവത്ത് പറ്റേ മോശമായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി എടുത്തു നോക്കിയാൽ തൗഹീദുൽ ഹാക്കിമിയത്താണ് അവരുടെ. ഞാൻ അത് അവസാന വിഷയമായി ഇവിടെ ചർച്ച വെക്കുന്നുണ്ട്. ഹാക്കിമിയത്താണ് അവരുടെ എല്ലാം. തൗഹീദുൽ ഉലൂഹിയ്യത്തിനേക്കാൾ അവർ പ്രധാനം കൊടുക്കുന്നത് തൗഹീദുൽ ഹാക്കിമിയത്തിനാണ്. അപ്പൊ തൗഹീദുൽ ഉലൂഹിയ്യത്തിന്റെ വിഷയത്തിലും മറ്റവർ അശ്രദ്ധ കാണിക്കും. ഇനി മുജാഹിദ് സംഘടന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തൗഹീദുൽ ഹാക്കിമിയത്തിനെ എതിർത്തപ്പോൾ അതിനെ കാടടച്ചു വെടിവെച്ചു. ജനങ്ങളെ മുഴുവൻ അജ്ഞതയിൽ നിർത്തിയത്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കാൻ വരെ ജായിസാണ് എന്ന് പറയുന്നതിലേക്ക്, ഇല്ലെങ്കിൽ രാഷ്ട്രീയങ്ങൾ ഉണ്ടാക്കലും അതിൽ പ്രവർത്തിക്കലും അതിനുവേണ്ടി ചെയ്യലൊക്കെ ജായിസാണ് എന്നുള്ള നിലപാടിലേക്ക് അതിൽ ഒരു ഭാഗം പോയി. അങ്ങനെ ഓരോ സംഘടനക്കാരും ഓരോ ഒരു ഭാഗങ്ങളോടെ ദീനിന്ന് വിടുകയാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് അങ്ങനെയല്ല, എല്ലാ ഭാഗത്തും ദീനും കൂടി മുറുകെ പിടിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് തൗഹീദിന്റെ വിഷയം അവസാനം ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്, കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി, എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്ന് നമ്മൾ കൃത്യമായി ധരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ദീനിന്റെ എല്ലാ വശങ്ങളെയും മുറുകെ പിടിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇനി 21ാമത്തെ കാര്യം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഒരു നാട്ടിലെ നിർഭയത്വം ഒരിക്കലും നശിപ്പിക്കുന്നവരായിരിക്കില്ല. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇത്. അത് ഇസ്ലാമിക രാജ്യമായിരുന്നാലും ശരി, ഇസ്ലാമിക ഭരണകൂടമല്ലാത്ത രാജ്യങ്ങളായാലും ശരി. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ പോലുള്ള രാജ്യം, ഇവിടുത്തെ ജനാധിപത്യ ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്, ഇസ്ലാമിക രാജ്യമല്ല. ഏതൊരു രാജ്യത്തായാലും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അവിടുത്തെ നാട്ടിലെ നിർഭയത്വത്തിന്, ഒരു നാട്ടിലെ സുരക്ഷിതത്വത്തിനെ, അമ്നിനെ നശിപ്പിച്ചു കളയുന്ന ഒരു നിലപാട് അവർ എടുക്കൂല. നമ്മളെ മശായിഖുമാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നിങ്ങൾ ആ നാട്ടിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അവരുമായി കരാറിലാണ്, ഭരണകൂടവുമായി കരാറിലാണ് ആ നാട്ടിൽ ജീവിക്കുന്നത്. സ്വാഭാവികമായും ശരീഅത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ അവരെ എതിർക്കാൻ പാടില്ല. കാരണം അത് അവരുടെ നാടാണ്, അവർ വെച്ച നിയമങ്ങളാണ്. അപ്പൊ ശരീഅത്തിന് വിരുദ്ധമാവാത്തിടത്തോളം കാലം നമ്മൾ എന്താവരുത്, ശരീഅത്തിന് വിരുദ്ധമായ ഒരു കാര്യം നമ്മൾ അനുസരിക്കരുത്. ആര് പറഞ്ഞാലും, ജനാധിപത്യ ഭരണകൂടത്തിന്റെ ഭരണകൂടം പറഞ്ഞാലും ശരി, ഇനി ഇസ്ലാമിക ഭരണകൂടം പറഞ്ഞാലും ശരി,
ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നേതാവ് രാജാവ് പറഞ്ഞാലും ശരി, ഈ ശരീഅത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ മുസ്ലിം അംഗീകരിക്കൂല. അത് സ്വന്തം ഉപ്പ പറഞ്ഞാലും ശരി അനുസരിക്കാൻ പാടില്ല. ലാ ത്വഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അത് ഇന്ത്യ ആയതുകൊണ്ടല്ല, ഏത് രാജ്യമായാലും ശരി, അത് സ്വന്തം ഉപ്പ ആയാലും ശരി, ഇസ്ലാമിനെതിരെ ഒരു കാര്യം പറഞ്ഞ് നീ നമസ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. ലാ ത്വഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവിനെ എതിർത്തുകൊണ്ട് സൃഷ്ടികൾക്ക് ഒരു അനുസരണവുമില്ല. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ്, മുസ്ലിമീങ്ങളുടെ അഖീദയാണ്. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ ആരും അംഗീകരിക്കാൻ തയ്യാറാവും. ശരീഅത്തിന് വിരുദ്ധമായ ഒരു കാര്യം അനുസരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിദ്അഈ കക്ഷികൾ പോലും അതിന് തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലാഹു അഅലം. അവർ ശരീഅത്തിന് വിരുദ്ധമാണ് എന്ന് കരുതുന്നിടത്തോളം കാലം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഒരു നാട്ടിൽ നിർഭയത്വം നശിപ്പിക്കുന്നില്ല എന്നതുപോലെ തന്നെ അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനാൽ തന്നെ ഈ കാലഘട്ടത്തിലെ ഖവാരിജുകളായ ISIS, ദാഇഷ് പോലുള്ള സംഘടനകൾ, ഭീകര സംഘടനകൾ എന്നാണ് അവർ അറിയപ്പെടുക. ഖവാരിജുകൾ നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള സാങ്കേതിക പദപ്രയോഗത്തിൽ അവരെ വിളിക്കും ഖവാരിജുകൾ. അവരുമായി യാതൊരു ബന്ധവും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് വെക്കുകയില്ല. അവരുമായി ബന്ധം വെക്കുന്നവരോടും വെക്കുകയില്ല, അവരെ പുകഴ്ത്തുന്നവരോടും വെക്കുകയില്ല. അവരോട് ഒരു കടലും കടലാടിയും തമ്മിൽ പേരിലെങ്കിലും ബന്ധമുണ്ട്, അതിൽ പോലും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് അവരോട് ബന്ധം വെക്കുകയില്ല. അവരെ പുകഴ്ത്തുന്നവരോടും ബന്ധം വെക്കുകയില്ല. അങ്ങനെ നാടുകളിൽ കുഴപ്പമുണ്ടാക്കുകയും മുസ്ലിമീങ്ങളുടെ തന്നെ സുരക്ഷിതത്തെ ആ നാടുകളിൽ അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഖവാരിജുകൾ, ISIS, അൽ ഖാഇദ, ദാഇഷ് പോലുള്ള സംഘടനകളുമായി അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ബറാഅത്തിലാണ്. അവർ ബഹുദൂരം അവരിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. അവരെ കുറിച്ച് തഹദീർ ചെയ്യുന്നവരാണ്. ആദ്യം ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇതുപോലുള്ള സംഘടനകളെ, ലോകത്തിൽ ISIS പോലുള്ള സംഘടനകളെ പത്രമാധ്യമങ്ങൾ വരെ വിമതർ എന്നും, അവർ നല്ല ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ, അവിടുത്തെ ആ നഴ്സുമാരെ, മലയാളികളായ നഴ്സുമാരെ പിടിച്ചവർ സുരക്ഷിതമായി തിരിച്ചയച്ചപ്പോൾ അവരെ പുകഴ്ത്തിയ മാധ്യമങ്ങൾ അന്ന് പുകഴ്ത്തിയുന്ന സമയത്ത് പോലും ഇസ്ലാമിക അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരെ കുറിച്ച് പറഞ്ഞു, ഒരു ഖവാരിജുകളാണ്, പ്രശ്നക്കാരാണ്. ഉസാമ ബിൻ ലാദൻ തുടക്കകാലത്ത് ഖാരിജിയാവുന്നതിന് മുമ്പ് തന്നെ, ഉസാമ ബിൻ ലാദനൊക്കെ വേൾഡ് ടെററിസ്റ്റ് സെന്റർ തകർക്കുമ്പോഴാണ് ജനങ്ങൾക്കിടയിൽ ശ്രദ്ധാകേന്ദ്രമാവുന്നതും ആ സമയത്താണ് ഒരു ഭീകരനായി കൂടി ലോകം അറിയുന്നതും ഉസാമ ബിൻ ലാദൻ. ഷെയ്ഖ് മുഹമ്മദ് റഹ്മത്തുള്ളാഹി തആല മരണപ്പെട്ടത് 2000-കളിലാണ്. ആ ഷെയ്ഖ് മുഹമ്മദിന്റെ മരണത്തിന് ശേഷമാണ് എന്തുണ്ടാവുന്നത്, ഈ അമേരിക്കയിൽ ആക്രമണം നടക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ ഉസാമയുടെ മുതുകയിൽ നീ തകർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അത് എത്രയോ കാലം മുമ്പാണ്. ലോകാടിസ്ഥാനത്തിൽ അവരെ ഭീകരരായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് അവരെ കുറിച്ച് പറഞ്ഞു, ഇവർ എന്തല്ല, ഇവർ മുസ്ലിമീങ്ങളുടെ ഇസ്ലാമികമായ അഖീദയെ വഹിക്കുന്ന ആളുകളല്ല, ശരിയായ ഇവർ ഖാരിജുകളാണ്, ഖവാരിജുകളാണെന്ന് അന്ന് ലോകത്തുള്ള ആരും അവരെ എന്തെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ടെററിസ്റ്റ് എന്നോ ഒന്നും പേരെഴുതിയിട്ടില്ല. പക്ഷെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ അറിയാം. ഇന്നും സൗദി അറേബ്യയിലുള്ള പല ആളുകളെ കുറിച്ചും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് കൃത്യമായി കാഴ്ചപ്പാടുണ്ട്. നാളെ ഒരു പക്ഷേ പല സംഘടനക്കാരും അവരെ തള്ള പറഞ്ഞേക്കാം, അവരവരുടെ തനി മുഖം വിളിക്കുന്നു. പക്ഷെ ഇന്ന് തന്നെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് അവരെ കുറിച്ച് തഹ്കീദ് ചെയ്യുന്നു. യൂസുഫ് അൽ ഖർളാവിയെ കുറിച്ച് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് താക്കീദ് ചെയ്തില്ലേ? അയാളെ ലോകത്ത് ഒരു പാർട്ടിക്കാർ ഒരു പക്ഷേ ടെററിസ്റ്റ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അമേരിക്ക പോലുള്ള സംഘടനകൾ ഇന്ത്യക്കാരെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. പക്ഷെ അഹ്ലുസ് സുന്നത്ത് പറഞ്ഞു അയാള് ഇഖ്വാനുൽ മുസ്ലിമൂൻ, ലോകത്ത് മുഴുവൻ ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തിയ അവരുടെ മാതൃ സംഘടനയായ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആത്മീയ നേതാവാണ് യൂസുഫ് അൽ ഖർളാവി. അയാൾ പിഴച്ച ആളാണ്, ضالാണ്, മുദില്ലാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞില്ലേ. ഇന്നും കേരളത്തിൽ സിന്ദാനിയുടെ കിതാബ് തൗഹീദ് പഠിപ്പിക്കുന്നുണ്ട് കോളേജുകളിൽ. സിന്ദാനി അൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവാണ്. ഖവാരിജുകളെ സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് വെള്ളമൊഴിക്കുന്ന, വളമിട്ട് കൊടുക്കുന്ന ആളാണ് സിന്ദാനിയെ കുറിച്ച് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അയാൾ മരണപ്പെട്ടപ്പോൾ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ പറഞ്ഞില്ലേ, അയാൾ ളാലാണ്, മുദല്ലാണ്, ദജ്ജാലും മിനദ് ദജ്ജാജിലാണെന്ന് പറഞ്ഞില്ലേ. എന്നാൽ ഇന്നും അയാളെ ടെററിസ്റ്റ് ആണെന്ന് ആരും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് അറിയാം അവൻ പ്രശ്നക്കാരനാണ്. അപ്പൊ ആരെങ്കിലും ടെററിസ്റ്റ് എന്ന് എഴുതി കൊടുക്കുന്ന നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഈ ആളുകൾ അവർ എന്താണ് ആ ആശയങ്ങൾ ആ കടുപ്പത്തിലേക്ക് എത്തി അവർ ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കി
പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഉണ്ടാക്കി ജനങ്ങളെ കൊലപ്പെടുന്നത് എത്രയോ മുമ്പ് ആ അതിർവരമ്പിലേക്ക് അവർ കടക്കുമ്പോൾ തന്നെ അഹ്ലുസുന്നക്ക് അറിയാം, തിരിച്ചറിയാം. അഹ്ലുസുന്ന അവരുമായി ബന്ധം വിച്ഛേദിക്കുന്നു, അവരെ കുറിച്ച് ജനങ്ങൾക്ക് തഹദീർ കൊടുക്കുന്നു, അവരെ ളാലാണ് മുദില്ലാണെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയുള്ള അഹ്ലുസുന്നയെ നോക്കിയിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ തീവ്രവാദികളാണ്. സുബ്ഹാനല്ലാഹ്. യുസദ്ദഖു ഫീഹിൽ കാദിബ് വയുകദ്ദബു ഫീഹിൽ സാദിഖ്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അന്ന് കള്ളന്മാർ സത്യവാന്മാരായി വാഴ്ത്തപ്പെടും. സത്യത്തിന്റെ ആളുകളെ കള്ളൻ എന്ന ആളുകൾ വിളിക്കും. ഇപ്പോഴും യൂസുഫ് അൽ ഖർളായി മരണപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് ആരാ അദ്ദേഹത്തെ അനുശോചനം രേഖപ്പെടുത്തിയത്? കേരളത്തിൽ ഒരു മുജാഹിദ് പണ്ഡിതൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അറാഹൽ ഇബാദ വൽ ബിലാദ മിൻ യൂസുഫ് അൽ ഖർളാവി. യൂസുഫ് അൽ ഖർളാവിയിൽ നിന്ന് അടിമകളെയും രാജ്യത്തെയും അവർക്ക് സ്വസ്ഥത നൽകിയ അല്ലാഹുവിന് സ്തുതി എന്ന് യൂസുഫ് അൽ ഖർളാവി മരണപ്പെട്ടപ്പോൾ അഹ്ലുസുന്ന പറഞ്ഞു. കാരണം ലോകത്തിൽ തീവ്രവാദത്തിനെ വളർത്തിയ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആത്മീയ നേതാവാണ്. ത്വരീഫിയെയും അരീഫിയെയും സുലൈമാൻ അൽ അൽവാനെ പോലുമുള്ള ആളുകളെ കുറിച്ച്, സൽമാൻ അൽ ഔദയെ പോലുള്ള ആളുകളെ കുറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്ത് താക്കീത് ചെയ്തു. ത്വരീഫിയെ കുറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്ത് പറഞ്ഞു, ഇൽമുണ്ട്, ഒരുപാട് ഇൽമുണ്ട്. പക്ഷെ പറഞ്ഞു അഹ്ലുസുന്ന വൽ ജമാഅത്ത് പറഞ്ഞു അദ്ദേഹം ഖവാരിജിലേക്ക് ചായവുള്ള ആളാണ്. സൗദി അറേബ്യയിൽ ഇപ്പോൾ ജയിലിൽ പുറത്തു വിട്ടോ എന്ന് എനിക്കറിയില്ല. ഇവരുടെ തന്നെ നേതാക്കന്മാർ ത്വരീഫിയെ വലിയ ആലിമായിട്ടാണ് കാണുന്നത്. ഇവരുടെ തന്നെ നേതാവായ സാക്കിർ നായിക് പബ്ലിക് സ്റ്റേജിൽ പറഞ്ഞത് എന്താണ്? ലോകത്തുള്ള 3 ഉലമാക്കൾ, അറിവുള്ള ഉലമാക്കൾ ഒരാളാരാണ്? ത്വരീഫിയാണെന്നാ പറഞ്ഞത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ നിങ്ങൾ നോക്കി തീവ്രവാദികളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർ മുട്ടുകാലിൽ നിന്ന് ചിരിക്കുകയുള്ളൂ. അവർക്ക് ഒരു രാജ്യത്തിന്റെ നിർഭയത്വവും ലംഘിക്കുന്ന ഒരു പരിപാടി അവർ ചെയ്യുകയില്ല. ഏതെങ്കിലും ഒരു കേസിൽ നമ്മുടെ ഏതെങ്കിലും സഹോദരങ്ങൾ പെടുന്ന കാണാൻ സാധിക്കില്ല. അവർ അത്തരത്തോളം അച്ചടക്കത്തോടെ ജീവിക്കും. ഏതൊരു രാജ്യത്തായാലും ആ രാജ്യത്തിനെതിരെ, ഭരണകൂടത്തിനെതിരെ പ്രശ്നമുണ്ടാക്കുകയോ ആ നാട്ടിലെ മുസ്ലിമീങ്ങളുടെ ഒരു സുരക്ഷിതത്തെ അപകടത്തിലാക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടിയും അവർ എടുക്കുകയില്ല. ഈ നാട്ടിൽ തന്നെ NRCയുടെ പ്രക്ഷോഭം വന്നു. അന്ന് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ തെരുവിൽ ഇറങ്ങരുത്, നിങ്ങൾ അത് അപകടത്തിലേക്കായിരിക്കും നിങ്ങളുടെ പോക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അതിവിടെ പ്രചരിപ്പിച്ചപ്പോൾ നമ്മളെ നോക്കി അവർ പറഞ്ഞു, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങളെ വാങ്ങുന്ന ജനങ്ങളെ തടയുന്നവരാണ്, മുസ്ലിമീങ്ങളെ തടയുന്നവരാണ്. എല്ലാ മതക്കാരും ഇറങ്ങിയപ്പോഴും നിങ്ങൾ പ്രശ്നക്കാരാണ്, നിങ്ങൾ ഇറങ്ങരുത്, എന്താണോ പറയുന്നത് ചോദിച്ചു. ഇവിടുത്തെ മുജാഹിദ് സംഘടനകൾ എല്ലാവരും ഫത്വ കൊടുത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്താ സംഭവിച്ചത്? കുറെ മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു, കുറെ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു, കുറെ വൃദ്ധന്മാരും യുവാക്കളും മുസ്ലിമീങ്ങളും റോഡുകളിൽ നിന്ദിക്കപ്പെട്ടു. എന്തെങ്കിലും നേടിയോ? ഒന്നും നേടിയിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അന്നേ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങരുത്, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക, നിങ്ങൾ ദുആ ചെയ്യുക, നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ അപകടം ഉണ്ടാവുകയേ ചെയ്യുകയുള്ളൂ. കേട്ടില്ല. അതുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നാട്ടിൽ സമരങ്ങളിൽ അവരെ കാണാൻ സാധിക്കുകയില്ല, ഹർത്താലുകളിൽ അവരെ കാണാൻ സാധിക്കുകയില്ല, ആളുകളെ കടടപ്പിക്കുകയും വഴി തടയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളെ കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് മുജാഹിദ് സംഘടനയിലുള്ള ആളുകളെ കാണാൻ സാധിക്കും, സമസ്തക്കാരുടെ കൂട്ടത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും, ജമാഅത്ത് ഇസ്ലാമിക്കാരെ കാണാൻ സാധിക്കും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളെ കാണാൻ സാധിക്കൂല. എന്നിട്ട് ആ അഹ്ലുസുന്നയെ നോക്കിയിട്ടാ നിങ്ങൾ പറയും, നിങ്ങൾ ആരാണ്? നിങ്ങൾ തീവ്രവാദികളാണ്, നാട്ടിലെ കുഴപ്പക്കാരാണ്, പ്രശ്നക്കാരാണ്. അഹ്ലുസുന്നത്ത് കുഴപ്പങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. കുഴപ്പങ്ങളെ നമ്മളെ മശായിഖ് എന്താ പറഞ്ഞത്? ഒരു പള്ളിയിൽ തന്നെ പ്രശ്നമുണ്ടായി, ആ പള്ളി ബലപ്രയോഗം നടത്തി ആരെങ്കിലും പിടിച്ചെടുക്കുന്ന അവസ്ഥയിൽ ഒരു പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അടിക്കും വഴക്കിനും പോകരുതെന്ന് ഉപദേശിക്കുന്നത്. അടിയും വഴക്കും മുസ്ലിങ്ങളുടെ രീതിയല്ല. ഖവാരിജുകളെ പോലും അലി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല, അങ്ങോട്ട് യുദ്ധം ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് യുദ്ധം ചെയ്തപ്പോഴാണ് അങ്ങോട്ട് ചെയ്തത്. അങ്ങോട്ട് അടിക്കാൻ എന്താ പള്ളിയിൽ കയറി അടിയാ. മിമ്പറിന്നൊക്കെ ഖത്തീബിനെ വിളിച്ചിറക്കിയിട്ട് താഴെ ഇറക്കിയിട്ട് അടി. എന്ത് പ്രശ്നം നടന്നപ്പം? പുസ്തകം കേനോ പ്രശ്നം നടന്നപ്പം. ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടോന്ന് അറിയില്ല, മഞ്ചേരിയിലൊക്കെ നടന്നിട്ടുണ്ട്. മിമ്പറിൽ കയറിയ ഖത്തീബിനെ തയ്യാറാക്കി അടിച്ചു വെള്ളിയാഴ്ച. എന്തിനു പേര്? സംഘടന, പള്ളി, പ്രസിഡന്റ്, സെക്രട്ടറി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ഈ കുഴപ്പത്തിനൊന്നും കിട്ടൂല. അവര് സമാധാനത്തോടെ പഠിക്കും. നിങ്ങൾ ഏതെങ്കിലും പള്ളി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പല പ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല. അതിന്റെ ആവശ്യം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്. അവര്
ഇൽമിന്റെ ആളുകളാണ്, അവർ വിജ്ഞാനത്തിന്റെ ആളുകളാണ്. അവർ അങ്ങേയറ്റം ഉത്തമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മാന്യമായ സ്വഭാവ ഗുണങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ അയച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ പിൻഗാമികളാണ് അവർ. ഇൽമിന്റെ ആളുകളാണ് അവർ. നാട്ടിൽ അടിയും കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളുകളല്ല. അവർ ജനങ്ങളെ, അവരുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സമാധാനമാണ്, സുബ്റാണ്, അല്ലാഹുവിലുള്ള തവക്കുലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നാട്ടിലെ നിർഭയത്വവും അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് കെടുത്തുകയില്ല. ഇതുപോലുള്ള സംഘടനകളുമായി അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധം വെക്കുന്നവരോടും അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ബന്ധം വെക്കാറില്ല. അത്രത്തോളം ഇവരുടെ അപകടങ്ങളിൽ നിന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് അതിന്റെ കയ്പ് രുചിച്ചറിഞ്ഞവരാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത്. യമനിലാവട്ടെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളാവട്ടെ, ഇവരുടെ പ്രശ്നങ്ങളുടെ കയ്പ് രുചിച്ച ഏറ്റവും ആദ്യത്തെ ആളുകൾ അഹ്ലുസുന്നത്തുൽ ജമാഅത്താണ്. അതുകൊണ്ടൊരു നാട്ടിൽ നിർഭയത്വത്തിന് കേടുവരുത്തുന്ന ഒരു സംഗതിയും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് കാണാൻ സാധിക്കില്ല. അത് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പ്രത്യേകതയാണ് ഏത് രൂപത്തിലും. അതിൽ തന്നെ പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് അവരുടെ അഖീദ കൃത്യമായി അറിയുന്നവരും പറയുന്നവരുമാണ്. ഒരു നാട്ടിലെ നിർഭയത്വം കേടുവരുന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, കൃത്യമായി മനസ്സിലാക്കണം എന്ന് കരുതി അവർ അവരുടെ ദീനിനെ കൈവിട്ട് കളയുന്ന ഇസ്സത്തില്ലാത്ത പരിപാടി എടുക്കുന്നവരുമല്ല. അവരെന്തല്ല, അവർ ശക്തരാണ്, അവർ പ്രതാപമുള്ളവരാണ്, അവർ ധൈര്യരാണ്, അവർ ശജാഅത്തിന്റെ ആളുകളാണ്. നിങ്ങളെ പള്ളികൾ പിടിച്ചെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുർബലത കൊണ്ടല്ല, മറിച്ച് അത് നമ്മുടെ മൻഹജല്ലാത്തത് കൊണ്ടാണ്. അതായത് നമ്മുടെ എന്താണ്, നമ്മൾ ദുർബലരായത് കൊണ്ടോ ശക്തിയില്ലാത്തത് കൊണ്ടോ ദുആഫാക്കളായത് കൊണ്ടോ നമ്മുടെ മൻഹജല്ല. നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ മൻഹജല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഈ കാര്യം സൂക്ഷ്മമായി മനസ്സിലാക്കുക. അതായത് മുസ്ലിമീങ്ങൾ കാലാകാലങ്ങളായി, ഞാൻ എന്റെ 21ാമത്തെ വ്യത്യാസത്തിനിടയിലാണ് ഇത് പറയുന്നത്, നാട്ടിൽ നിർഭയത്വം അവർ നശിപ്പിക്കൂല. അപ്പൊ അതിന്റെ കൂടത്തിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കാനുള്ള ഒരു സംഗതിയായാണ് ഇവിടെ പറയുന്നത്. ഇസ്ലാമിക സമൂഹം ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാലാകാലങ്ങളായി പല ഭരണകൂടത്തിന് കീഴിലും ജീവിച്ചിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹം ക്രിസ്ത്യൻ ഭരണകൂടത്തിന് കീഴിൽ ജീവിച്ചിട്ടുണ്ട്, അല്ലേ? ഹബശയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിസ്ത്യൻ ഭരണകൂടത്തിന് കീഴിൽ ജീവിച്ചിട്ടുണ്ട്. ഹിന്ദു ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ടുണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ കീഴിൽ മുസ്ലിമീങ്ങൾ വളരെ സുഖമായി ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കോഴിക്കോട് ജീവിച്ചിരുന്നത് സാമൂതിരിയുടെ ഭരണകാലഘട്ടത്തിൽ അവിടെ ഭരിച്ചിരുന്നത് സാമൂതിരിയായിരുന്നു. മരക്കാറിന്റെയും മറ്റു ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, കുഞ്ഞാലി മരക്കാറും മറ്റും. അപ്പൊ അന്ന് അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ഹിന്ദു ഭരണകൂടമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ജനാധിപത്യ ഭരണകൂടത്തിന് കീഴിലും മുസ്ലിമുകൾ ജീവിച്ചിട്ടുണ്ട്, ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സാഹചര്യം അതാണ്. നമ്മൾ ഇന്നൊരു ജനാധിപത്യ ഭരണകൂടത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. ഏതൊരു ഭരണകൂടത്തിന് കീഴിൽ ജീവിച്ചാലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ അവർ ഒരു നാട്ടിൽ ആ നാട്ടിലെ രാജാവുമായി അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടമായി കരാറിൽ ആ നാട്ടിൽ ജീവിക്കുമ്പോൾ ആ കരാറിനെ അവർ ലംഘിക്കുകയില്ല. അവിടെ നിർഭയത്വത്തിനെ അവർ എന്ത് ചെയ്യുകയില്ല, അപകടത്തിലാക്കുകയില്ല. അതുപോലെ തന്നെ അവർ അതിര് വിട്ട് കടന്നുകൊണ്ട് സംസാരിക്കുകയില്ല. ഏതുപോലെ ഇന്ന് ചില ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ്. അങ്ങനെ പറയാൻ പാടില്ല. അതെ, മുസ്ലിമീങ്ങൾ ജനാധിപത്യ ഭരണകൂടത്തിന് കീഴിൽ വളരെ അച്ചടക്കത്തോടുകൂടി നാട്ടിലൊരു കുഴപ്പവുമില്ലാതെ ആ നാട്ടിലുള്ള ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമാവാത്ത നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടി ജീവിച്ചു പോകുന്ന സമൂഹമാണ്. അതിനോടൊപ്പം തന്നെ എന്തും പറയാൻ പാടില്ല, നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ്. ഏതുപോലെ നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ ജീവിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസം മഹത്തരമാണ് എന്ന് മുസ്ലിമിന് പറയാൻ പറ്റുമോ? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ സംഗതിയാണെന്ന് ഒരു മുസ്ലിമിന് പറയാൻ പറ്റൂല. ഒരു ഹിന്ദു ഭരണകൂടത്തിൽ ജീവിക്കുന്ന ഒരു സാമൂതിരിയുടെ ഭരണകൂടത്തിൽ മുസ്ലിമീങ്ങൾ ജീവിച്ചപ്പോൾ ആ മുസ്ലിമിന് എന്ത് പറയാൻ പാടില്ല? ആ ഹിന്ദുത്വം എന്ന് പറഞ്ഞ ഒരു മഹത്തായ സംഗതിയാണെന്ന് പറയാൻ പാടില്ല. കാരണം അവന്റെ വിശ്വാസത്തിന് എതിരിടുന്ന സംഗതിയാണത്.
ഒരു ക്രിസ്ത്യൻ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ അന്ന് നജാഷിയുടെ കീഴിൽ സഹാബാക്കൾ ജീവിച്ചപ്പോൾ സഹാബാക്കൾക്ക് എന്ത് പറയാൻ പാടില്ല? ക്രിസ്ത്യൻ മതം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ സംഗതിയാണെന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുമ്പോഴും അത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളുമായി എതിരിട്ട് നിൽക്കുന്നത് കൊണ്ട് ജനാധിപത്യം മഹത്തായ ഒരു സംഗതിയാണെന്ന് നമുക്ക് പറയാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ മദ്യപാനം ജായിസാക്കാവുന്നതാണ്. എല്ലാ ആളുകളും വോട്ടിട്ടാൽ മദ്യപാനം എന്താവും? അനുവദനീയമാകും. സ്വർഗ രതി അനുവദനീയമാക്കാവുന്നതാണ്. ഇന്ന് അനുവദനീയമാണല്ലോ. ഇന്ത്യയിൽ എന്താണ് സ്വർഗരതി? എന്താണ്? അനുവദനീയമാണ്. ആണും വിവാഹം കഴിക്കുന്നതും പെണ്ണും വിവാഹം കഴിക്കുന്നതും കോടതി വഴി നിയമമാക്കിയതാണ്. അതുപോലുള്ള സംഗതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക വിശ്വാസത്തെ എതിർത്ത് കോൺട്രഡിക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നാം എന്ത് പറയാൻ പാടില്ല? നാം ജനാധിപത്യ വിശ്വാസികളാണ് എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം ഈ രണ്ട് വിശ്വാസങ്ങളും ഒരുമിക്കുകയില്ല. ഏതുപോലെ ഇന്നിപ്പോ ജനാധിപത്യ ഭരണകൂടമാണ് നമുക്ക് മുസ്ലിമുകൾക്ക് ഇവിടെ നല്ല രൂപത്തിൽ ജീവിക്കുവാനുള്ള അവസരം തരുന്നത്. ഭരണകൂടത്തിൽ അതുകൊണ്ട് ഭരിക്കുന്നവർ തരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ചർച്ച. ഭരിക്കുന്നവർ മാറി വരും. ഭരണകൂടത്തിന്റെ നിയമപ്രകാരം എന്താണ് മുസ്ലിമീങ്ങൾ അവരുടെ മതം അനുസരിച്ച് ജീവിക്കാൻ ഇവിടെ നിയമം അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിനെ അവർ അനുവദിക്കുന്നുണ്ടോ ഇല്ലേ, ഭരിക്കുന്നവർ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. ഇനിയിപ്പോ അങ്ങനെ പറയരുത്, അതല്ല ഇവിടുത്തെ ചർച്ച. ഏതുപോലെ ഇനി നമ്മൾ നാളെ അപ്പൊ ഇനി ജനാധിപത്യ ഭരണകൂടത്തിലുള്ളവർ മുസ്ലിമീങ്ങളെ അടിച്ചമർത്താൻ തുടങ്ങി. നമ്മൾ ചിന്തിക്കുക. അപ്പൊ നാളെ ഒരു ഹിന്ദു ഭരണാധികാരി വന്നിട്ട് നമുക്കെല്ലാം എന്ത് ചെയ്യാണ്? മുസ്ലിമീങ്ങൾക്ക് സർവ്വ കാര്യങ്ങളും അംഗീകരിച്ച് തന്നാൽ നമ്മൾ നാളെ പറയുവോ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംസ്കാരം മഹത്തായ സംസ്കാരം നമ്മൾ പറയുക പാടില്ല. ഇല്ലെങ്കിൽ നാളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നു, അവരാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും തരുന്നത്. അന്ന് ജനാധിപത്യവാദികൾ നമ്മൾ എതിർക്കുന്നവരാണെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണ്, അന്ന് നമുക്ക് എന്ത് പറയാൻ പാടില്ല? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ സംഗതിയാണെന്ന് പറയാൻ പാടില്ല. നമ്മൾ അതിര് വിട്ട് കിടക്കാൻ പാടില്ല. അങ്ങനെ അതിര് വിട്ട് കളഞ്ഞാൽ അത് ഇസ്ലാമിനെ പൊളിച്ചു കളയും. ഞാൻ കമ്മ്യൂണിസത്തിനെ പോയിട്ട് പറയുന്നത് കുഫറാണ്. കാരണം കമ്മ്യൂണിസം എന്താണ്? കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങൾ ദൈവമില്ല, മതങ്ങളെ ദൈവങ്ങളെ മനുഷ്യരുണ്ടാക്കിയതാണെന്നാണ് അവരുടെ അഭിപ്രായം. അതാണ് അവരുടെ വാദം. മതം മനുഷ്യനെ മഴക്കുന്ന കറുപ്പാണ് എന്നാണ് അവരുടെ വാദം. അപ്പോൾ ആ കമ്മ്യൂണിസം മഹത്വമാണെന്ന് ഒരു മുസ്ലിം പറഞ്ഞാൽ ആ മുസ്ലിം അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതേ കാര്യം തന്നെയാണ് ജനാധിപത്യത്തിനുള്ളത്. നമ്മൾ ഈ നാട്ടിൽ സമാധാനത്തോടുകൂടി അച്ചടക്കത്തോടുകൂടി ഈ നാട്ടിലെ നിയമങ്ങളെ അത് ലംഘിച്ചുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളും കുഴപ്പമോ സമരങ്ങളും ഹർത്താലുകളും ഒന്നും ഉണ്ടാക്കാതെ സമാധാനിക്കുന്ന ജീവിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഭാഗത്ത് നമ്മൾ അതിലടക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് സലഫിയത്ത് വാദിക്കുന്ന പല ആളുകൾ എന്താ പറയുന്നത്? ഈ ഒരു സാമാന്യമായ അറിവ് പോലും അവർക്കില്ല. ഈ ഒരു അടിസ്ഥാന നോളജ് ഇവരുടെ വലിയ ഉലമാക്കൾക്കില്ല. അവർ മിമ്പറുകളിൽ നിന്ന് പറയുന്നു നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ്, ജനാധിപത്യം മഹത്തായ സംഗതിയാണ്. ഇത് പാടില്ല സഹോദരങ്ങൾ. നമ്മൾ ആരെയും തൃപ്തിപ്പെടുത്താനല്ല, ദീന് കൃത്യമായി നമ്മൾ ആ വളരെ സമാധാനത്തോടു കൂടി അച്ചടക്കത്തോടു കൂടി കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അപ്പുറത്തെ ഭാഗത്തോടു കൂടി നമ്മൾ എന്ത് പാടില്ല. അതാണ് അടുത്ത നമ്മൾ 22ാമത്തെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുടെ പ്രത്യേകത അൽ വസീത്ത. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. ഇൻഷാ അല്ലാഹു തആല